എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ കിളിക്കൂട്ടിലെ പോണ്ടിലെ വെള്ളം മഴയൊക്കെ പൊഴിയുമ്പോൾ പോണ്ടിലെ വെള്ളം ഓവർഫ്ലോ ആകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ പോണ്ടിൽ വെള്ളം നിറഞ്ഞാൽ സൈഡിൽ വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ താഴെ കൂടിയാണ് വെള്ളം പോകുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യങ്ങളൊന്നും പുറത്തേക്ക് പോകില്ല, താഴെ കൂടി മാത്രം വെള്ളം പോകുന്നു. മേൽഭാഗം എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കും. അതുപോലെ ഈ പോണ്ടിലെ വെള്ളം നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. എപ്പോഴും വെള്ളം കല്ലുകൾക്കിടയിലൂടെ ചാടുന്നതുകൊണ്ട് അമോണിയം നൈട്രേറ്റെല്ലാം കൺവെർട്ടായി വരുന്നുണ്ട്. വേനൽക്കാലത്ത് മാത്രം വെള്ളം ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കിളികൾക്ക് കയ്യിൽ തീറ്റ കൊടുത്ത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഭയം കുറയും. നമ്മളെപ്പോഴും ചെല്ലുമ്പോഴും നമ്മുടെ അടുത്തേക്ക് വരും. അങ്ങനെ ഭയം കുറയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്രീഡാവുകയും ചെയ്യും വരും. എപ്പോഴും നമ്മൾ കയ്യിൽ സമയത്തിന് തീറ്റ കൊടുത്ത് ശീലിപ്പിക്കുക. നമ്മൾ സാധാരണ കൊടുക്കുന്ന തീറ്റയോടൊപ്പം തന്നെ ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവകളും മറ്റ് കോഴിമുട്ട, തുളസിയില ഇതൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്ന് പറയുന്നത് അടുക്കള മാലിന്യ സംസ്കരണത്തിലൂടെ ലഭിക്കുന്ന പുഴുക്കളാണ്. 42% പ്രോട്ടീനും ഫാറ്റും മറ്റും അടങ്ങിയിട്ടുള്ള ഈ പുഴുക്കളെ നമ്മൾ കിളികൾക്ക് നൽകിയാൽ അവർക്ക് ആരോഗ്യവും സൗന്ദര്യവും വർദ്ധിക്കുന്നു. തൂവലുകളൊക്കെ നല്ല ഭംഗിയായി വളരും. ഈ പുഴുക്കളെ ജീവനോടെ കഴിക്കാത്ത പക്ഷികൾക്ക് തീറ്റയിൽ അരച്ചു കൊടുക്കുന്നത് നല്ലതാണ്. മരങ്ങളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അതിൽ തന്നെ ഇതിപ്പോൾ ഒരു ചെമ്പകം, നമ്മുടെ ചെമ്പകത്തിൻ്റെ ഒരു ചില്ലയിൽ താഴെയുള്ള പുല്ലുകളൊക്കെ കൊടുന്നിട്ട് ഈ ഡയമണ്ട് കൂടുണ്ടാക്കിയിട്ട് അടയിരിക്കുന്നതാണ്. അതൊക്കെ മഴയൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് അവർ കൂടുണ്ടാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ വിരിഞ്ഞിറങ്ങാറുണ്ട് കുഞ്ഞുങ്ങൾ. അപ്പോൾ അവരത് അതിൻ്റേതായ നാച്ചുറൽ അവരുടേതായ രീതിയിൽ കൂടുണ്ടാക്കുന്നു. താഴ്ന്ന പുല്ലുകളൊക്കെ പറിച്ചു കൊടുന്ന് അത് നല്ല രീതിയിൽ കൂടുണ്ടാക്കുകയും പിന്നെ അതുപോലെ അവർക്ക് മരച്ചില്ലകൾ ധാരാളം ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നിരിക്കാനും എപ്പോഴും രാവിലൊക്കെ ഒരു 6-6:30 സമയത്ത് അവർ ഭയങ്കര ആക്റ്റീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുക, ശബ്ദങ്ങളുണ്ടാക്കുക, ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. രാവിലെ 6:30 ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിന് വളരെയധികം ശാന്തത ലഭിക്കും. ഈ മരച്ചില്ലകളിലൊക്കെ കൂടുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മുട്ടയിടുന്നുണ്ട്. ഇങ്ങനെയുള്ള കൂടുകളിലാണ് കൂടുതൽ മുട്ടയിടുന്നത് അവർ, ഈ ഫിഞ്ചസ് വർഗത്തിൽപ്പെടുന്ന പക്ഷികളൊക്കെ. അതുപോലെ റെഡ് ബിഷപ്പ് കൂടുണ്ടാക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അവർ നെയ്യുന്നവർ കൊട്ടൊക്കെ നെയ്യണ പോലെ നെയ്തിട്ടാണ് അതിൻ്റെ ഈ മുളകളുടെ ഇലകളുടെ സൈഡിൽ നിന്ന് കീറിയെടുത്തിട്ട് കോർത്താണ് കൂടുണ്ടാക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ. ബ്രീഡായിട്ടില്ല, ഇതുവരെ ബ്രീഡാവാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള കൂടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അവർ. ഫിഞ്ചസുകളുടെ ഒരു പ്രത്യേകതയാണ് 3 ദിവസം 3-4 പ്രാവശ്യമൊക്കെ അവർക്ക് കുളിക്കണം. അപ്പോൾ അതിനുള്ള ശുദ്ധമായ ജലം വെച്ച് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പോണ്ടിലെ വെള്ളം തന്നെയാണ് അവർക്ക് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതിലെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പോണ്ടിലെ മത്സ്യങ്ങളൊന്നും കിളികളെ ഉപദ്രവിക്കാറില്ല. അതേപോലെ കിളിക്കുഞ്ഞുങ്ങളൊന്നും വെള്ളത്തിൽ വീണ് ചാകാറില്ല. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുന്നു. ഇനി നമുക്ക് കിളിക്കൂട്ടിലെ കാഴ്ചകൾ കാണാം.